കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് നമുക്ക് വിശ്വസ്തനായിരുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായ നമ്മോട് കൂടെയിരുന്ന് God has been good to us in all our ways, all His goodness and mercies. Let's remember what God has done in our lives and let's be thankful to Him this evening. പല ഭാഗത്തു നിന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും നമുക്കൊരുമിച്ച് ഇന്ന് രാത്രികാലമായിരിക്കാൻ കർത്താവുന്ന കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നന്ദിയോടങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്കൊരുമിച്ച് കർത്താവെ പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ദൈവസനിൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിംഗ് ഞങ്ങളായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നന്മയാൽ കർത്താവ് എല്ലാവരും നിറക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം പിന്നെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവെ പാട്ട് പാടുന്ന ആരാധന ലീഡ് ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. അതിനെ സംസാരിക്കുന്ന കർത്താവ് ദാസിനെ കർത്താവ് അനുഗ്രഹിക്കണം. കടന്നു വരുന്ന ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. Lord, we commit this time into your hands, O God. Bless us, O God. The time that we spend together, let it bring glory to your holy name, O God. Bless us together. We give you glory. Hallelujah. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയുടെ നാൾ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. I welcome all of you for this wonderful Friday evening, and many of you who are joining from India, I welcome all of you. Thank you for joining. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് നമുക്ക് വിശ്വസ്തനായിരുന്നു. We have come to the 7th month of this year, 2026. And looking back, God has been so good to us. എത്രയോ നന്മകളാൽ കർത്താവ് നമ്മെ നിറച്ച നന്മകളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രിയ തോമസ് അങ്കിളും തോമസ് താങ്കളും എൻ്റെ ആൻറ്റിയും ഒരു യാത്രയിലായിരിക്കുന്നു. They are traveling to DC to be with their son. അവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് അവരെ ബലപ്പെടുത്തട്ടെ. ജോഷിനെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ആരാധനയിൽ ലീഡ് ചെയ്യുന്ന from my family, somebody from my family, welcome them. Dear Christine and Sean, they are from Orissa. എൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. And Sean, young guy is in school, wonderful musician, God bless him. അവരെ കർത്താവിൻ്റെ വേല ഒറീസയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവിനെ ബലത്തോടെ നിർത്തുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Over to you, Christine and Sean. Lead us into prayer. Lead us into singing. Praise the Lord, everyone. Hallelujah. Thank God for this beautiful time. Thank God for this beautiful opportunity that God has given me. And thank you, Sabuchan and Jia Chichi, for this wonderful opportunity. This is the second time I have been invited for this meeting. And I believe that it's only the grace of God that I'm here. Amen. Hallelujah. And even though we are joining from different places and different time zones, we are here it's early morning, there it's evening, but still our God, we are one in God. Amen. Hallelujah. Our Lord is with us, and let us prepare our hearts to worship Him. The Bible says in Psalm 100 verse 4, enter His gates with thanksgiving and His courts with praise. Amen. Let us worship the Lord together. Let us set aside all the distractions and prepare our hearts to worship Him. Let the Holy Spirit fill each heart and each home. Amen. Hallelujah. Our Lord is the King of Kings and the Lord of Lords. And He reigns over all the earth. And He is the Almighty God. He alone is worthy of all our praises. നമ്മുടെ ദൈവം രാജാക്കന്മാരുടെ രാജാവ് കർത്താതി കർത്തനുമാകുന്നു. Hallelujah. And He is a mighty God. സർവശക്തനായ ദൈവം.
ഹല്ലേലൂയ. നമ്മുടെ എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യനായ ദൈവം യേശുക്രിസ്തു മാത്രം. Let's raise our voices and sing this song together with a joyful heart. Amen. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിടുന്നു, നന്മകൾ ഓർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിടുന്നു, നന്മകൾ ഓർത്തിടുന്നു. യേശുവേ, തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. തിരുക്കരം എന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യത്തിൽ മീശയൊരുക്കി എന്നെ മാനിച്ച ദൈവമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യത്തിൽ മീശയൊരുക്കി എന്നെ മാനിച്ച ദൈവമേ. യേശുവേ, യേശുവേ,
is Lord. He is the King of Kings. He is the Lord of Lords. Hallelujah. Almighty God. Amen. Sometimes we face trials, we face burdens, we have a lot of burdens, a lot of uncertainties and fears, and we go through many sicknesses. Amen. But the promises of God, it never fails. Hallelujah. He has promised that He will never forsake us nor leave us. Hallelujah. നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏത് വിഷമത്തിലും സങ്കടത്തിലും രോഗത്തിലും ഏത് ഘട്ടത്തിലുമായിരുന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവം, ദൈവം നമ്മളെ ഒരിക്കലും മറക്കാത്ത ദൈവം. ഹല്ലേലൂയ. Hebrews 13:5 says, I will never leave you nor forsake you. Amen. And Isaiah 49 verse 15 says, I will never forget you. Even a mother forgets her baby. Even a mother has no compassion for the baby. The Lord says that He will never forget us. Amen. Let's sing this song with this confidence of His unfailing love. നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഈ ഉറപ്പോടെ ദൈവത്തിനെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടും.
മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. Hallelujah. Praise the Lord. Amen. Sometimes we feel that we are going through the difficulties, no one is taking care of us, no one sees our problems, no one is seeing our tears, but God sees us. God sees every tears that has been shed. God hears all the prayers that has been prayed, and God sees all our pains that we are going through. Amen. And that God, Jesus Christ, is there with us. Hallelujah. Psalm 34 verse 8 says, "Oh, taste and see that the Lord is good. Blessed is the man who takes refuge in him." Hallelujah. Let's thank God for all his faithfulness, for all the goodness. We may be in any season of our life right now, but our God is always good. Our God is always faithful, and he is full of mercy. Amen. ദൈവം എപ്പോഴും നല്ലവൻ. Hallelujah. Lord Jesus. Amen. Let's sing this song with a thankful heart. Let us praise our God and our faithful God, our good God. Amen. Praise the Lord. എൻ ദൈവം നല്ലവൻ എന്നുമെന്നും, എൻ നാഥൻ നല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എൻ ദൈവം നല്ലവൻ എന്നുമെന്നും, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ.
വന്ദനം നാഥനേ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ, എൻ പേർക്കായി കഷ്ടത ക്രൂരതയും വഹിച്ചു എൻ പേർക്കായി എൻ രക്ഷകാ. വന്ദനം നാഥനേ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ, എൻ പേർക്കായി കഷ്ടത ക്രൂരതയും വഹിച്ചു എൻ പേർക്കായി എൻ രക്ഷകാ. ആ നല്ല ദേശത്ത് നിത്യമാം പ്രകാശത്ത്, ആ നല്ല ദേശത്ത് നിത്യമാം പ്രകാശത്ത് അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും ഞാൻ വന്ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാൻ വന്ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. എൻ ദൈവം നല്ലവൻ എന്നുമെന്നും, എൻ നാഥൻ വല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാനായി തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എൻ ദൈവം നല്ലവൻ എന്നുമെന്നും, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്ത് നിത്യമാം പ്രകാശത്ത്, ആ നല്ല ദേശത്ത് നിത്യമാം പ്രകാശത്ത് അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും ഞാൻ വന്ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. 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 Hallelujah. Amen. Praise the Lord Jesus. Thank you, Father God. Lord, our gracious Heavenly Father, thank you and praise you for this beautiful time, O Lord Master. Hallelujah. Lord, your presence is there here with us, O Lord Jesus. Fill each hearts with your Holy Spirit. Lead us by the Holy Spirit. Help us to walk with you, Lord Father God. Thank you for receiving all our praise and our worship. Master, thank you for reminding us once again, Lord Father God, that you are our King of Kings. You will never forsake us nor leave us. You are a good God, O Lord Master. Thank you, Holy Spirit. Thank you. Father God, bless each person who is sitting here, each families, oh Father God. We ask this in Jesus' name. Amen. Hallelujah. Amen. Thank you, dear Christy. Tom. Thank you, Sabit. Yeah.
ദൈവം അനുഗ്രഹിക്കട്ടെ. They are, I just want to introduce them. They are my wife's, Shija's brother Stanley. Stanley, their wife, Monumana. Sean is in 10th grade now. And Christine and along with Stanley, they are pastoring, they are ministering in Orissa. നിങ്ങൾ പാട്ട് കേട്ടപ്പം ഞാൻ ചിന്തിക്കായിരുന്നു മലയാളത്തിലത്തെ ഭംഗിയായിട്ട് പാടിയല്ലോ എന്ന്. All their worship is in Oriya language or in Telugu. Telugu and Oriya is, which they sing. നിങ്ങൾ relax ചെയ്യ്, Christy and Sean. You don't have to stand. Please take a seat or, just relax. Yeah. So, കർത്താവിന്റെ വേല അവര് ചെയ്യുന്നു. Christine is highly educated. For her degrees, she has a master's in physiotherapy. She has done some 2-3 MBAs in this, that, and all. Living all that, they are ministering for the Lord in Orissa. It's not an easy place. With her education, she could have gone anywhere. Her friends and many of them are in different parts of the world, but they chose to be in Orissa. Very difficult place, tough place. But then God has blessed them, and I usually don't talk about my family or my people, but my heart is so much with joy, by the way the Lord is using them. It's good to see Sean playing music so well. So I'm a bit overwhelmed, excuse me for that, but then they were anigrahikate. They live in Orissa, in a tough place. God is using them. Pastor Stanley is ministering. He's got some 38-40 pastors who are working along. Very tough place, but then God has been gracious. Many years back, my father-in-law, Pastor V.T. John, he went to Orissa and he died in that land. In 2017, he went to be with the Lord. 50 plus years in the ministry in Orissa. He wanted to minister there, die there, and that is what exactly happened. So just a brief introduction. Just continue to pray for them and pray for their ministry. അവരുടെ ശുശ്രൂഷകളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലത്താണ് കർത്താവിൻ്റെ വേല അവർ ചെയ്യുന്നത്. ഭീഷണികളും പ്രതികൂലങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. പ്രയാസങ്ങളുണ്ട്, കഷ്ടതകൾ ഇഷ്ടംപോലെയുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവരെ സൂക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒറീസ, ഛത്തീസ്ഗഡ്, ബീഹാർ, UP യിലൊക്കെ പ്രദേശങ്ങളിൽ വളരെ കഷ്ടതയിൽ കൂടെ കർത്താവിൻ്റെ മക്കൾ കടന്നു പോകുന്നു. എന്നാൽ കർത്താവരെ സൂക്ഷിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവരെ അനുഗ്രഹിക്കട്ടെ. Let's move on. We will pray. വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് പിടിച്ചാൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. തോമസ് പിടിച്ചാൻ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയ തോമസ് പിത്തായ അങ്കിളും ലിൻഡ ആൻറ്റിയും they are traveling and they are traveling to DC. We know their son Joshua is not keeping that great. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് പൂർണ്ണമായ സൗഖ്യം വരും പകർന്നു കൊടുക്കട്ടെ. തോമസ് അങ്കിൾ ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് ഇസ് നോട്ട് കീപ്പിംഗ് ദാറ്റ് ഗ്രേറ്റ്. ക്ഷീണത്തിലായിരിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷകളൊക്കെ എത്രത്തോളം കർത്താവ് ബലപ്പെടുത്തുന്നു, സഹായിക്കുന്നു. ഞാനും നമ്മുടെ ബിജോയ് ഇവിടെ ഉണ്ട്, റോഹനുണ്ട്. ഞങ്ങളൊക്കെ ബാക്ക് സപ്പോർട്ട് മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ പുറകെ മൊത്തം പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതെല്ലാം പ്രിയ തോമസ് അങ്കിളും ലിൻഡ ആൻറ്റിയാണ്. അവരെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ചിലപ്പോഴൊക്കെ വന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ every part of the ministry is taken care by Linda Auntie and Thomas Mathai uncle. ആൾക്കാരെ വിളിക്കുന്നത് പറയുന്നത് I'm just saying so that you would pray for them. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവരെ അനുഗ്രഹിക്കട്ടെ. There's a prayer request for Sister Donna. She is suffering from CRPS. I didn't know what that is, but Thomas Mathai uncle explained that what it is. It is complex regional pain syndrome. CRPS. Complex regional pain syndrome, which is like pain all over the body. So പ്രാർത്ഥിക്കുക. സിസ്റ്ററിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് 3-4-5 വർഷമായിട്ട് ഷീ സഫറിങ് ഫ്രം ദാറ്റ് പെയിൻ. ദൈവം പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചിന്നമാമ ഫ്രം ഡാലസ്, one of prayer requests which has come. She is going through open heart surgery. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്
ബലം പകർന്നു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ പേഷ്യൻസിനെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. വിവിധമായ ആവശ്യങ്ങൾ ഭാരപ്പെടുന്നവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ വിഷയവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കാം, മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുവിശേഷ വിരോധികളെ ഓർത്ത് നാം പ്രാർത്ഥിക്കാം. ഞാനെപ്പോഴും പറയും, സുവിശേഷ വിരോധികളെ, when you pray for the people who oppose the gospel, don't pray that the Lord should curse them or God should pray that they will be caught with the love of Christ. ദൈവ സ്നേഹത്താൽ അവർ പിടിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധന ലീഡ് ചെയ്ത പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മോട് വചനം സംസാരിക്കുന്നത് എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ റോയ് വർഗീസ്. കർത്താവദാസിനെയും ശുശ്രൂഷകളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കേൾക്കാൻ പോകുന്ന വചനം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി തീരുവാൻ എല്ലാ വിഷയവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ തോമസ് കടിച്ചാൻ പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും തലയിൽ വണക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവ് ഞങ്ങളുടെ ഈ ഭൂമിയുടെ മുഖത്ത് തന്നതോർത്ത് നന്ദി. ദൈവമേ, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ മിനിസ്ട്രി ഇത്രത്തോളം അനുഗ്രഹകരമായി വരുവാൻ ദൈവമേ അവിടുന്ന് നടത്തിയ വഴികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ തോമസ് ബ്രദറിന് വേണ്ടി, ലിൻഡ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണക്കനുസരിച്ച്, നിയോഗമനുസരിച്ച് ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് തുടക്കം കുറിക്കുവാൻ, അതിന്നും വളരെ അനുഗ്രഹകരമായി വിജയകരമായി അനേക ആയിരങ്ങൾക്ക് ആശ്വാസമായി തീർന്നുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊന്നും പുകഴാനില്ല കർത്താവെ, ഒന്നും പ്രശംസിക്കുവാനില്ല. നടുന്നവനോ നനയ്ക്കുന്നവനോ ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമാണല്ലോ. ആ ദൈവത്തിന്റെ കയ്യിലേക്ക് ഞങ്ങൾ നിന്റെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴവർ DC-യിലേക്കുള്ള യാത്രയിലാണല്ലോ. ദൈവമേ, സുരക്ഷിതമായി അങ്ങ് ചെന്ന് ചേരുവാൻ ഇടയാക്കണമേ. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ജോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ മേഖലകളിലും വെളിപ്പെടുവാൻ, ദൈവമേ, ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ കരുതൽ കാണുവാൻ ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓരോ ദിവസവും അവിടെ നിന്ന് നടത്തണമേ. ഇന്നത്തെ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന അഭിഷേക കർത്തദാസും പാസ്റ്റർ സ്റ്റീവ് ജോർജിനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. മിനിസ്ട്രിക്ക് വളരെ ഒരു സപ്പോർട്ടായിട്ട് കർത്തദാസിനെ തീർത്തിരിക്കുന്നല്ലോ. ആ കുടുംബത്തെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികൾ, ദൈവമേ, മാനസിക സംഘർഷങ്ങൾ, ശാരീരികമായ ബലഹീനതകൾ, അസ്വസ്ഥതകളൊക്കെ കുടുംബമായിട്ട് പല മേഖലകളിൽ അനുഭവിച്ചു. ദൈവമേ, ആശ്വാസമായി മാറേണ്ടവര് പ്രതികൂലമായി മാറിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ദൈവം കൈവിടാതെ നിന്റെ ദാസനെ നടത്തിയ വഴികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, പ്രിയപ്പെട്ട ഗാനശുശ്രൂഷ നിർവഹിച്ച നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യന് വേണ്ടി, ഷോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒറീസയുടെ പ്രദേശത്ത് അവർ ചെയ്യുന്ന ശുശ്രൂഷ എത്രയോ മഹനീയമാണ്. കർത്താവെ, വളരെ ത്യാഗം ചെയ്ത്, വളരെ വില കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി അവർ അധ്വാനിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ അത് ദൈവത്തിന് നാമത്തിന് മഹത്വമാണല്ലോ. ഗാനം പാടിയ നിന്റെ മക്കളെ ശക്തമായിട്ട് അവിടുന്ന് വരും കാലങ്ങളിൽ ഉപയോഗിക്കണമേ. അളവില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങളെ ഒരു നാളും കൈവിടും, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഞങ്ങളുടെ ദൈവം എന്നും നല്ലവനാണെന്നൊക്കെ ഗാനത്തിലൂടെ ഞങ്ങളെ കർത്താവെ ഓർപ്പിച്ചുണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ. ഓരോ ദിവസവും കർത്താവ് നടത്തേണ്ടതിനായിട്ടും ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, വിശേഷിച്ച് ഡോണസിസ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന സാഹചര്യം ദൈവം കാണുന്നുണ്ടല്ലോ. ശരീരം മുഴുവനും വല്ലാത്ത പെയിനായിട്ട് ഭാരപ്പെടുന്നു. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ സൗഖ്യമുണ്ട്. രോഗത്തിന്റെ കാഠിന്യമോ കാലദൈർഘ്യമോ എന്റെ ദൈവത്തിന് വിഷയമല്ല. എന്റെ ദൈവമേ, 12 വർഷം രോഗിയായിരുന്നവളെ, 32 വർഷം രോഗിയായിരുന്നവനെ, മരിച്ചു 4 ദിവസം കഴിഞ്ഞ് ലാസറെ ഒറ്റ വാക്ക് കൊണ്ട് ഉയർപ്പിച്ച ഉയർപ്പിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുവാൻ, അത്ഭുത സാക്ഷ്യം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ജന്മശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നല്ലോ, പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൊടുത്ത് അവിടുന്ന് സഹായിക്കണമേ. അനേക
അനേക ക്യാൻസർ പേഷ്യന്റ് ഞങ്ങളുടെ നടുവിലുണ്ട്. ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി വരും ദിവസങ്ങളിൽ സൗഖ്യത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം ഒരു വല്ലാത്ത നിലയിൽ കടന്നു പോകുന്നു. ദൈവമേ, അന്തിമ സമയങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന പിതാവേ, ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തുപോയി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. സുവിശേഷ വിരോധികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവമേ, അവരെല്ലാം സുവിശേഷത്തെ സ്നേഹിക്കുന്നവരായിരിക്കാൻ, ദൈവത്തെ അറിയുന്നവരായിരിക്കാൻ, ഈ ദിവസങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ എന്റെ ദൈവം കരുണ കാണിച്ച് എല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ വാത്സല്യ ദേവജനത്തെ തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നടുവിൽ വന സൂക്ഷിക്ക് നിയോഗിക്കപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ റോയി വർഗീസിനെ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ഓരോ ദിവസവും എന്റെ ദൈവമേ, ഞങ്ങൾക്ക് തിരുവചനം വിഭാഗിച്ചു നൽകുവാൻ കർത്തൃദാസന്മാരെ ഞങ്ങളുടെ നടുവിൽ അയക്കുന്നുണ്ടല്ലോ. ആ വചനം ഞങ്ങൾ അതുപോലെ ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ജീവിത സുഖത്തിന്റെ സൗകര്യം നിലനിർത്തുന്നതിന് വചനത്തെ വളച്ചൊടിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. വചനത്തിനനുസരിച്ച് ജീവിതം മാറുവാൻ, മാനസാന്തരം വരേണ്ട മേഖലകളിൽ മാനസാന്തരം ഉണ്ടാകുവാൻ, മടങ്ങി വരേണ്ട മേഖലകളിൽ മടങ്ങി വരുവാൻ, സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയെടുക്കുന്നതിന് മുഖാന്തരമായി തീരുവാനും സഹായിക്കണമേ. തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന റോഹൻ ബ്രദറിന് വേണ്ടി, അതുപോലെ കർത്താവെ വളരെ സപ്പോർട്ടായിരിക്കും ഞങ്ങളുടെ ബിജോയ് ജോൺസിന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് മഹത്വമായിരിക്കാൻ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലായിരിക്കാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിംഗിനെ കയ്യേറ്റ് നടത്തണമേ. എല്ലാ മാനവും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് പിന്നെയും നൽകുന്ന ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഇതും താഴ്മയോടെ അപേക്ഷിക്കുന്ന പിതാവേ, കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. Such a joy to be with all of you after such a long time. I know it's a pretty long time, and I was, Thomas Mathankal എന്നോട് ചോദിച്ചത് if I could bring the word today. എന്നാൽ they were traveling, and then I thought me hosting and preaching won't be the right thing to do, so I asked my friend Pastor Roy Verghese ഇന്ന് വചനം സംസാരിപ്പാനായിട്ട് ഞാൻ പെട്ടെന്ന് ആവശ്യപ്പെട്ടു. ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. സോ ഐ എം ഗ്ലാഡ് ദാറ്റ് ഹി കുഡ് ജോയിൻ. എല്ലാവർക്കും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ആരും എനിക്ക് പുതിയതല്ല, ഞാൻ നിങ്ങൾക്ക് ആർക്കും പുതിയതല്ല. നിങ്ങളൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. തോമസ് കുട്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരോടും പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ. ദ വേ ഹി പ്രേസ്, ഐ റിയലി ലവ് ഇറ്റ്. സോ ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോയ് ചെങ്കൽ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം നമ്മോട് സംസാരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ശുശ്രൂഷകൾ എനിക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്ന കർത്താവ് ദാസൻ പാസ്റ്റർ റോയ് വർഗീസ് കൂടുതൽ താൻ കർത്താവിന് വേല ചെയ്യുന്നു. ഈ ദേശത്ത് കിടന്ന് വരുവാൻ, ഇവിടെയൊക്കെ ആയിരിക്കാൻ, ഇവിടെ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. കടന്നു വന്നപ്പോഴൊക്കെ സഭകൾക്ക്, കുടുംബങ്ങൾക്കൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. വചന ശുശ്രൂഷയും കർത്താവ് കൊടുക്കുന്ന ആലോചനകൾക്ക് വളരെ ശക്തമായി അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബമായവർ കൂടുതൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ എമർജൻസി ആയിട്ട് കർത്താവിൻ്റെ ദാസനെ വിളിച്ചപ്പോൾ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം വചനം നമ്മോട് സംസാരിക്കുമ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ അനുഗ്രഹമായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുവദിക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ അത് സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസനും അത് അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചോദിച്ചത് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓവർ ടു യു പാസ്റ്റർ റോയ്. മുൻപിട്ടുള്ള സമയം കർത്താവിൻ്റെ ദാസൻ നമ്മോട് വചനം സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഇന്ന് കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നുള്ള പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രഭാത പീഠത്തിൽ നിങ്ങളോടൊപ്പം ചേർന്നായിരിക്കാൻ കർത്താവ്, പ്രഭാതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രഭാതം ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം കരയിക്കുകയാണ്. എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഈ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സ്റ്റീവ് പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
ഞാൻ ഹൃദയംഗമമായിട്ട് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം കാനഡയിൽ വിസിറ്റ് ചെയ്യുവാൻ ഒരു അവസരം ഒരുക്കി. അന്ന് KCA-യിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിദാസനെ പരിചയപ്പെടുവാൻ ഇടയാക്കിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ലഭിച്ച ആത്മീയ കൂട്ടായ്മകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയിക്കുകയാണ്. ആമേൻ. അന്ന് മുതലാണ് എനിക്ക് ഒത്തിരി സ്നേഹമാണ് പാസ്റ്ററെ. വളരെ ഹൃദ്യമായിട്ട് ഇടപെടുകയും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന, വെച്ചുകെട്ടില്ലാത്ത ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി ബഹുമാനമാണ്, സ്നേഹമാണ്. കർത്തൃദാസത്തെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ഒത്തിരി തിരുക്കത്തിലാണ്. കാരണം നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കാം, ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപമാണ്, കൂടുതൽ എന്ന് പറഞ്ഞ പ്രദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കോന്നിക്ക് ഒരു വലിയ നഷ്ടം സംഭവിച്ചു. കോന്നിയുടെ ശക്തമായ ഉണർവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു അനുഗ്രഹീതനായ കർത്തൃദാസനായിരുന്നു പാസ്റ്റർ ജോസ് അതുല്യ. അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും ന്യൂയോർക്കിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച ചിറ്റാർ IPC-യിലായിരുന്നു അദ്ദേഹം ഗസ്റ്റ് പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കാൻ പോയത്. ആ ശുശ്രൂഷ അനുഗ്രഹീതമായി നിവർത്തിച്ച അനന്തരം താന് ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്റെ വൈഫ് ബിജുവാൻറ്റിയോട് പറഞ്ഞു, നിന്റെ ബാഗ് എന്നാടി. ഞാൻ ബാഗ് കൊണ്ട് വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ മേളിൽ പാസനിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗ് കൊണ്ട് വെച്ചിട്ട് താൻ തിരിച്ച് വന്നിട്ട് ബിജുവാൻറ്റിയോട് പറഞ്ഞു, എനിക്ക് അത്ര ശാരീരിക സുഖം തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു വേണ്ട, ഇത്തിരി ഇത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പാസനിൽ കയറിയിരുന്നു. പെട്ടെന്ന് തനിക്ക് ശാരീരികമായ അസ്വസ്ഥതയുണ്ടായി. ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് ഓൺ ദ വേയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. 65 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. താനൊരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ കർത്താവിന്റെ വേലയെ ഭയങ്കര എരിവുള്ള ഒരു ദൈവദാസൻ. സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ താന് എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ചേർത്ത് കോന്നിയുടെ ഉണർവിന് വേണ്ടി വലിയ മെഗാ ക്രൂസൈഡുകളും കൺവെൻഷനുകളും ഒക്കെ തന്റെ കയ്യിലെ നന്മ ധാരാളം ചെലവഴിച്ച് പ്രവർത്തിക്കുകയും ഈ കോന്നിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താൻ സുവിശേഷം വിതയ്ക്കാത്ത ഒരു ദേശവുമില്ല. ഏത് കുഗ്രാമങ്ങളിലും കടന്നുപോയി താന് സുവിശേഷം അറിയിച്ച വളരെ ആത്മഭാരമുള്ള, എരിവുള്ള, അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് അറിയാമായിരിക്കാം, അദ്ദേഹം 1-2 തവണ US വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നിലയിൽ പരിചയങ്ങളോ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. സത്യത്തില് ഒത്തിരി എൻ്റെ ഹൃദയത്തെ നോവ് വരുത്തിയ ഒരു വേർപാടാണ് കർത്തൃദാസന്റെ വേർപാട്. കാരണം 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ കടന്നു ചെല്ലുകയും ആ ദൈവദാസനോട് പ്രിയപ്പെട്ടവരോട് ചേർന്ന് ചില സമയങ്ങൾ ചെലവഴിക്കുകയും ഒത്തിരി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ വാർത്ത കേട്ടിട്ടത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. എൻ്റെ മോളാണ് പെട്ടെന്ന് ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫേക്ക് ന്യൂസ് ആയിരിക്കും ആദ്യം പറഞ്ഞത്. കാരണം ഒരിക്കൽ പോലും അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നില്ല. എന്നാൽ തന്റെ മകൻ അക്കുവിന് എന്തോ ഇച്ചിരി അവിടെ നിന്ന് കടന്നു വരാൻ കഴിയാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളത് കൊണ്ട് താൻ US തന്നെ ആയിരിക്കുന്നത്. എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആവോളം ഓടി അധ്വാനിച്ച ദൈവദാസനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാരംഭമായിട്ട് നിങ്ങൾ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ്. ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് ഇടതോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പത്തനംതിട്ട കോന്നി ദേശം എന്ന് പറയുന്നത് സാധാരണ കവിഞ്ഞ മഴയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായിട്ട് നടത്താനായിട്ട് കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അഭിജയവാന്റെ വിശേഷിച്ച് നിങ്ങൾ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ വഹിക്കണം. താൻ ഈ 2 ദിവസം കൊണ്ട് 3-4 ദിവസം കൊണ്ട് എനിക്ക് ഇതുവരെ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വളരെ മെന്റലി ഭയങ്കര ഷോക്ക്ഡാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ മിനിഞ്ഞാന്ന് നോക്കി ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ താനങ്ങ് വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഇവരെ രണ്ടുപേരും ഇണക്കിളികളെ പോലെ എവിടെ പോയാലും ഒരുമിച്ച് കൊള്ളായിരുന്നു. അത് ബിസിനസ് ആയാലും കൊള്ളാം, ശുശ്രൂഷയായാലും കൊള്ളാം, യാത്രയായാലും കൊള്ളാം, ഒരുമിച്ചില്ലാത്ത ഒരു കാര്യം ഓർക്കില്ലായിരുന്നു. അങ്ങനെ വേർപിരിയാതെ നടന്ന ആത്മബന്ധത്തിൽ പോയ ഒരു കുടുംബമായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്നോട് ഒരു വാക്ക് പോലും അവസാനമായി പറയാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വേർപാട് സംഭവിച്ചുള്ളത് വലിയ പ്രയാസകരമാണ്. ഞങ്ങൾക്ക് തോന്നിയില്ല, ദേവദാസന്മാർക്കെല്ലാം അത് മാനസികമായിട്ട് ഭാരമുള്ള ഒരു വേർപാടാണ് കർത്തൃദാസന്റെ വേർപാട്. ഇന്നത്തെ ഫ്യൂണറൽ ശുശ്രൂഷ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് കർത്താവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ തിരുവചന ഭാഗം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളാണ്. Gospel of Luke chapter 1 verses 37 and 38. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ഉത്തരം പറഞ്ഞു. അതിന് മറിയ
ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ട് പോയി. വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവെഴുത്ത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ ലൂക്കോസുവിശേഷം 1-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികളുടെ രണ്ട് എക്സ്ട്രീം തലങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. രണ്ട് എക്സ്ട്രീമിറ്റികളാണ് അവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനം. രണ്ടാമതൊന്ന് യേശു ക്രിസ്തുവിന്റെ ജനനം. ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിന് 1-ാം അധ്യായത്തിലെ പ്രധാനമായ പ്രതിപാദ്യം. ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാനുഷികമായ ദൃഷ്ടിയിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കൽ പോലും ഒരു വൈദ്യശാസ്ത്രവും എഗ്രി ചെയ്യാത്ത രണ്ട് മിറക്കിൾസ് ആണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ 1-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ, സഖരിയാവിനോട് ദൂതൻ ഇറങ്ങി പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിച്ചു. അതിന്റെ അവരെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ അതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയായതുകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയി. അവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അവിടെ പറയുക. രണ്ടുപേരും വയസ്സ് ചെന്ന വയോധികരായിരിക്കുന്ന രണ്ട് പേർ, ഒരു ഭാര്യയും ഭർത്താവും. ഈ സഖരിയ പുരോഹിതനെ സംബന്ധിച്ച് താൻ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. ജീവിതത്തെ അതീവ വിശുദ്ധിയോടെ പരമാവധി കാക്കുകയും ദൈവിക ശുശ്രൂഷയെ കുറിച്ചുള്ളിൽ ഭയമുണ്ടായിരുന്ന ഒരു വലിയ അഭിഷിക്തനായി ജീവിച്ച മനുഷ്യൻ. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെ: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. ആർക്കും ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യാനില്ലാത്തവണ്ണം ജീവിതത്തെ സൂക്ഷിച്ച ഒരു അനുഗ്രഹീതമായ കുടുംബം. കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ആ നിലയിൽ തന്നെ വളരെ അഭിമാനകരമായി ആർക്കും ഒന്നും വില ചൂണ്ടി പറയാനില്ലാതെ വണ്ണം ജീവിതത്തെ സൂക്ഷിച്ച ശുശ്രൂഷാ തലങ്ങൾ. അങ്ങനെ ജീവിച്ച ഈ കുടുംബത്തിന്റെ ജീവിതത്തിനകത്തൊരു വലിയ ശൂന്യതയുണ്ടായി. മാനുഷികമായിട്ട് ഇന്ന് പകൽ പ്രിയരെ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് ചിന്തിക്കുമ്പോൾ ഈ മാനുഷികമായ നിലയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്. ശുശ്രൂഷയിലായിരിക്കുന്ന, നേരെ ചൊവ്വേ ദൈവത്തെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളിലോ കുടുംബങ്ങളിലോ സാധാരണക്കപ്പുറമായ ഒരു നോവിന്റെയോ പ്രതിസന്ധിയുടെയോ ഭാരത്തിന്റെയോ പ്രയാസത്തിന്റെയോ സങ്കടത്തിന്റെയോ ഒക്കെ അനുഭവം കടന്നു വരുമ്പോൾ പലപ്പോഴും പലരും പെട്ടെന്നൊരു വിധിയെഴുത്ത അവരുടെ അഭിനയമായി ഇതൊക്കെ നേരെ ചൊവ്വയാണെങ്കിൽ ഇതൊന്നും ഇത് ഇന്ന് മനുഷ്യന്റെ എല്ലാം ഒരു പ്രത്യേകമായ സ്വഭാവമായിട്ട് മാറിയിരിക്കുക. നമ്മളെല്ലാം അങ്ങനെയാണ് മനുഷ്യനെയും അല്ലെ ദൈവവുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ബന്ധത്തെയും വിലയിരുത്തുന്നത്. അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ചില നോവുകളോ സങ്കടങ്ങളോ ഭാരങ്ങളോ ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് വിധിക്കുകയാണ് അവർക്ക് സംതിങ് അവർ റോങ് ആണ്, നമ്മൾ കാണിക്കുന്ന അഭിനയം പോലൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ കൂടെ സംഭവിക്കുമോ എന്ന് പ്രിയരെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് പരമാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന, അവിശ്വസ്തയോടെ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനകത്ത് വലിയ വർഷങ്ങളായിട്ട് ഒരു ശൂന്യത അവർ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് സഖരിയാവിനെ സംബന്ധിച്ച് കൂറിന്റെ ക്രമപ്രകാരം താൻ ആലയത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് കയറുകയും ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും. നമുക്കറിയാം ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കേണ്ട പല ദൈവദാസന്മാരും ശക്തമായ നിലയിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തികളും ഒക്കെ വെളിപ്പെട്ട് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടും. നമ്മുടെ ചില ശാരീരികമായ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒക്കെ ഉള്ളവരായി കടന്നു പോകുമ്പോൾ പലപ്പോഴും പലരും സമൂഹത്തിൽ ചോദിക്കാറുണ്ട്, ഇവരൊത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കുന്നു, ഇവരൊക്കെ എന്ത് ഈ വിഷയത്തിനകത്ത് ഒരു മറുപടി ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ അജണ്ടയിൽപ്പെട്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് പ്രഭാതം ഞാൻ പറയട്ടെ, പുറമെ ഇങ്ങനെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒന്ന് ദൈവമായിട്ട് ആരെയും നമ്മൾ വിലയിരുത്തരുത്, വിധിക്കരുത്. ദൈവം ഓരോരുത്തർക്കും ഓരോ സഹനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഒരാൾക്ക് ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു തരത്തിലാണ്. എല്ലാവർക്കും ദൈവത്തിന്റെ സഹനങ്ങളുടെ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നതൊന്നും ഞാൻ പറയാം, ദൈവം നമുക്ക് അനുഭവിക്കുന്ന ഏത് സഹനങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് കരുത്തുണ്ട് എന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്. നമ്മള് തിരുവഴുത്തിൽ പഠിക്കുമ്പോൾ ഞാൻ രണ്ട് കഥാപാത്രങ്ങളെ പെട്ടെന്നൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്
പഴയ നിയമഭക്തനായിരിക്കുന്ന ഇയ്യോബ്, രണ്ടാമത് പുതിയ നിയമഭക്തനായിരിക്കുന്ന അപ്പോസ്തലത്വത്തിന്റെ ശുശ്രൂഷയിൽ പ്രഗത്ഭനായി വെളിപ്പെട്ടു വന്ന പത്രോസ്. ആമേൻ. ഈ ഇയ്യോബിനെ സംബന്ധിച്ച് നമുക്കറിയാം, താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എത്രയും ജീവിതം സൂക്ഷിക്കുന്ന, ഈവൻ മക്കൾ പോലും ജീവിതത്തിൽ ദൈവത്തോട് ഏതെങ്കിലും നിലയിൽ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് അവരെ അല്പം മാറിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ ദൈവസന്നിധി യാഗം കഴിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ആർക്കും ഒന്നും നെഗറ്റീവായി പറയാനില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇയ്യോബ്. അത് അവന്റെ ജീവിതത്തിനകത്ത് ഈ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ അവനെ പോലെ ജീവിതത്തിനകത്ത് ശോധനകളിൽ കൂടെ, വേദനകളിൽ കൂടെ, നഷ്ടങ്ങളിൽ കടന്നുപോയ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാനുണ്ടോ? ആമേൻ. നമുക്കറിയാം, ഒരിക്കൽ പോലും ഒരു ദോഷം ചെയ്തിട്ടില്ല. തന്റെ കയ്യിലിരിപ്പ് കൊണ്ടോ തന്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ല. പിന്നെന്താ, ഒരിക്കൽ സാത്താൻ ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോ വേറെ ഈ ലോകത്തില് കോടിക്കണക്കിന് മനുഷ്യരുള്ളത് വേറെ ആരെയും കുറിച്ച് ദൈവത്തിന് പറയാനില്ല. ദൈവത്തിന് പറയാനുണ്ടായിരുന്നത്, സാത്താന്റെ മുമ്പിൽ ദൈവത്തിന് പറയാനുണ്ടായിരുന്നത് ഇയ്യോബിനെ കുറിച്ചാ. നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചോ. ആമേൻ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ലല്ലോ. അപ്പൊ സാത്താൻ അതിനകത്ത് കയറി തന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം, നീ ഒന്ന് അങ്ങനെ അനുവദിക്കും, ഞാൻ കാണിച്ചു തരാം നിന്നെ അവന്റെ വായു കൊണ്ട് നിന്നെ ആരാധിക്കുന്ന, നിന്നെ സ്തുതിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന, നിന്നെ കുറിച്ച് പലരോടും വലിയ നാവോടെ പറയുന്ന അതേ നാവ് കൊണ്ട് നിന്റെ നാമത്തെ ദുഷിക്കുന്നത്, നിന്നെ തള്ളി പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു വെല്ലുവിളി ദൈവത്തോട് സാത്താൻ നടത്തുകയാണ്. ഞാൻ അതിനോട് ചേർന്ന് പ്രഭാതത്തിൽ പറഞ്ഞു കേട്ടു, പ്രിയപ്പെട്ടവരെ. ആമേൻ. ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവരെ വേഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് വഴിയില്ലാഞ്ഞിട്ടല്ലല്ലോ 40 വർഷം വരെ നടത്തിയത്. അതിനകത്ത് ഏത് ഭാഗമാണ് കൃത്യം പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ചിന്തകൾ എങ്ങനെയെന്ന് അറിയേണ്ടതിന് ദൈവം അവരെ അങ്ങനെ കൊണ്ടുപോയെന്ന്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അവരോട് ചേർത്ത് പറയാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും ഭാരങ്ങളും പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്ത വേദനകളും ജീവിതത്തിൽ വരുമ്പോ അതിന്റെ പിന്നിൽ നമുക്ക് ദൈവത്തോടുള്ള മനോഭാവം എന്താണെന്നറിയാൻ ദൈവം നമുക്ക് ചിലപ്പോൾ ചില ശോധനകൾ അനുവദിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വളരെ വിനയത്തോടെ കൈകൊപ്പി പറയട്ടെ, അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് വരുമ്പോ ഒരിക്കൽ പോലും നാവ് കൊണ്ട് നമ്മുടെ ദൈവത്തെ ദുഷിക്കാനോ ദൈവത്തെ ചോദ്യം ചെയ്യാനോ നമുക്ക് ഇടയായി തീരരുത്. കാരണം നമുക്ക് അർഹതയില്ലാത്ത ഒത്തിരി നന്മകൾ ദൈവം നമുക്ക് തരുമ്പോ, ഒത്തിരി അനുഗ്രഹങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോ അതെല്ലാം നമ്മൾ സന്തോഷത്തോടെ കരം നീട്ടി സ്വീകരിക്കുന്നവരാണ്. അതിനകത്തുള്ള സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. അതേ ദൈവം നമ്മൾ ചിലപ്പോൾ ചില പ്രതിസന്ധികളിൽ കൂടെ, ഭാരങ്ങളിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കും. അവിടെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നാം കുറിക്കൊള്ളണം. അവിടെ ഈ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്ന നീ ഈ പ്രതിസന്ധികളെ പോകുമ്പോൾ ദൈവത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ ദൈവം ചിലപ്പോൾ നമുക്ക് അനുവദിക്കുന്ന ചില പരിശോധനയുടെ ഘട്ടങ്ങളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോ മുട്ടുമടക്കി, കർത്താവേ ഇതിനെ തരണം ചെയ്യാനുള്ള കൃപ എന്റെ മേൽ പകരണമേ. വേഗത്തിൽ ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത് സഹിപ്പാനുള്ള കൃപ, ഇതുകൊണ്ട് നിന്റെ നാമത്തിന് ദോഷം സംഭവിക്കാതെ, എന്റെ നാവ് കൊണ്ട് ദൈവത്തോട് ഒരിക്കൽ പോലും പാപം ചെയ്യാതെ, കർത്താവ് ഇതിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു കൃപ കൊണ്ട് നീ എന്നെ നിറയ്ക്കുമാറാകണം എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ശീലിച്ചാൽ ആ പ്രതിസന്ധിയും നാളുകളിൽ നമുക്കൊരു പ്രൊമോഷനായി മാറ്റുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമായി കൂടെ നിൽക്കും എന്ന് മറന്നു പോകരുത്. അതെ, അങ്ങനെ ഇയ്യോബിനെ കുറിച്ച് ദൈവം തന്നെ തന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന നിർണയമനുസരിച്ച് സാത്താൻ അനുവാദം കൊടുക്കുക, നീ ചെയ്തു. പക്ഷെ അവന്റെ ശരീരത്തെ തുടരുത്, അവന്റെ പ്രാണനെ തുടരുത്. ഒറ്റ നിമിഷം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടു. ഓർത്ത് പ്രിയപ്പെട്ടു, നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഒരു പുരുഷായുസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട്. നമുക്കറിയാം, ഇന്ന് ഒത്തിരി വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പൊട്ടിപ്പോകുന്ന കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു, അത് മുഴുവൻ പൊട്ടി തകർന്നു, സംഗതി പൂട്ടിക്കെട്ടി എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെയുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം പൊട്ടിത്തകർന്നു ഒരു ദിവസം കൊണ്ടല്ല, ചില വർഷങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അതിന്റെ പൊട്ടൽ ആരംഭിക്കുന്നതാ. അങ്ങനെ ആരംഭിച്ച് പിന്നെ നിക്കക്കള്ളി ഇല്ലാത്ത ഒരു ദിവസം വരുമ്പോൾ ഇത് പൊട്ടിക്കെട്ടുന്നു. അപ്പൊ ഇത് അടിയൊഴുക്കുകൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. അപ്പൊ ആ നടത്തുന്നയാൾക്കറിയാം ഇത് അധിക നാൾ ഇനി മുന്നോട്ട് ഓടത്തില്ലെന്നറിയാം. അപ്പൊ തന്റെ മനസ്സ് അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയാണ്. ഇനി ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഒരുക്കം തനിക്ക് നേടാൻ കഴിയും. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ച് അങ്ങനെ അല്ല സംഭവിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു. കയറിക്കിടക്കാനുള്ള ഒരു വീട് പോലും നഷ്ടപ്പെടുന്ന നിലവാരങ്ങളിൽ തന്റെ സ്ഥിതി മാറ്റപ്പെടുകയും അതിന്റെ മൃഗസമ്പത്ത് മുഴുവൻ പോയി. തന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഓരോന്നായിട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്റെ ഹൃദയത്തിനെ
സമയത്തേക്ക് ഈ വാർത്തകൾ വന്നു കയറുമ്പോ ആമേൻ അവയെ മുഴുവൻ ആമേൻ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം നിങ്ങൾ ഓർത്ത് നോക്കി. പക്ഷെ അതിന്റെ നടുവിലും ഇയ്യോബ് ഒരു വാക്ക് കൊണ്ട് പോലും ദൈവത്തെ പഴിക്കാൻ തയ്യാറാകുന്നില്ല. രണ്ടാമതും സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോ ദൈവം ഇത് തന്നെ സാത്താനോട് ചോദിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും അപ്പോഴും എന്നെ ഒത്തിരി എന്തോ ചലഞ്ച് ചെയ്ത ഒരു ഭാഗമുണ്ട് പ്രിയരെ. രണ്ടാമതും ദൈവം ഈ സാത്താനോട് ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്. തനിക്ക് ഭൗതികമായിട്ടുണ്ടായിരുന്ന മുഴുവൻ നഷ്ടപ്പെട്ട സ്ഥിതി കഴിഞ്ഞിട്ട് സാത്താൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും ദൈവം പറയുന്നത്, അവനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ലെന്ന്. നോക്കണം, എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എന്ത് സാക്ഷ്യമുണ്ടായിരുന്നോ ദൈവത്തിന് മുമ്പിൽ നിന്ന് ഇയ്യോബിന് കിട്ടിയ അതേ സാക്ഷ്യം എല്ലാം ഭൗതികമായത് നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബൻ അതേ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് കിട്ടുകയാ. അവൻ എല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കിട്ടിയ ഒന്നിന്റെയും ബേസിലായിരുന്നില്ല ഇയ്യോബ് ദൈവത്തെ സ്നേഹിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അതൂന്നി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളുടെ വെളിച്ചത്തിൽ അല്ല പ്രിയരെ നമ്മുടെ ദൈവത്തെ നാം സ്നേഹിക്കേണ്ടത്. പകരം പിന്നെ എന്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ, എന്റെ നിത്യതയിൽ എന്റെ ആത്മാവ് എഴുതിക്കകത്ത് കടന്ന് വെന്തു നീറേണ്ട സ്ഥാനത്ത് നിന്ന് എന്റെ നിത്യതയുടെ സൗഭാഗ്യപരമായ പ്രത്യാശ എന്റെ അകത്ത് നൽകാൻ ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നിനും കാരണമാകാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത് ക്രിസ്തുവിന്റെ യാഗമായതുകൊണ്ട്, ക്രിസ്തുവിന്റെ മരണമായതുകൊണ്ട്, ക്രിസ്തുവിന്റെ രക്തമായതുകൊണ്ട്, എന്റെ വീണ്ടെടുപ്പ് അവനിൽ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. ഈ ഭൂമിയിൽ എനിക്ക് കിട്ടുന്നതോ കിട്ടാത്തതോ ഒന്നും ആ ദൈവവുമായിട്ടുള്ള എന്റെ സ്നേഹത്തിന് ഒരു ബേസ് ആയിരിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളിലെ തീരുമാനം അതായിരിക്കണം. ഈ ഭൂമിയിൽ കിട്ടുന്നതിന്റെ വെളിച്ചത്തിനല്ല പ്രിയരെ, ഇവിടെ എന്ത് കിട്ടിയാലും, ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒന്നുമില്ലാത്തവരായി ഇവിടെ വിട്ടുപോയേ മതിയാവുകയുള്ളൂ. നമുക്ക് നമ്മളെല്ലാവരും വലിയ ക്യൂവിലാകട്ടോ. നമുക്കറിയാം പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ പല ക്യൂകൾ ഒരേ കാര്യത്തിന് വേണ്ടിയുള്ള സ്ഥലത്തെ ക്യൂവിൽ 2-3 ടൈപ്പുള്ള ക്യൂ ഉണ്ട് കേട്ടോ. ഒരു ജനറൽ ക്യൂ ഉണ്ട്, പിന്നെ ലേഡീസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ക്യൂ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടവർക്ക് വേണ്ടി വേറൊരു ക്യൂ ഉണ്ട്. ഇതെല്ലാം ഒരേ കാര്യം സാധിക്കാൻ ഇങ്ങനെ 3 ക്യൂ ഉണ്ട്. ഇങ്ങനെ ലോകത്തിൽ പല കാര്യങ്ങൾക്കും ഇങ്ങനെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ക്യൂകളുണ്ട്. എന്നാൽ ഈ മരണത്തിന്റെ ക്യൂവിന് പ്രായം വിഷയമില്ല, പെണ്ണെന്ന വിഷയമില്ല, ആണെന്ന വിഷയമില്ല, ശാരീരിക വൈകല്യം ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല, ആരോഗ്യം ഉണ്ടോ എന്നുള്ള വിഷയമല്ല. മരണത്തിന്റെ ക്യൂവിന് ഇതൊന്നും വിഷയമല്ല. ഇതിലെ എത്രാമത്തെ ആളായിട്ട് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ നിൽക്കുന്ന ഏത് ക്യൂവിലാണ്, എത്രാമത്തെ ക്യൂവിലാണെന്ന്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോ ഈ നിഴലിനേക്കാൾ അടുത്ത് നമ്മുടെ കാൽച്ചുവട്ടിൽ മരണം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴാണ് നമ്മളെ കടന്നു പിടിക്കുന്നതെന്ന് അറിയില്ല. എപ്പോ പിടിച്ചാലും ഒന്നുമില്ലാത്തവരോട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഉറപ്പ്. ഒരുങ്ങാൻ സമയം കിട്ടിയില്ലെങ്കിലും അവസാനമായിട്ട് ഒരു ശുദ്ധീകരണത്തിന് സമയമില്ലാതെ ഒരു വേർപാടാണ് എനിക്കുണ്ടാകുന്നതെങ്കിലും കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ വരാനുള്ള പ്രാഗൽഭ്യമുള്ള ജീവിതം ചെയ്യാൻ എന്നെ സഹായിക്കണം. ഞാൻ ഒരു വാക്കൂടെ ചേർത്ത് പറയാം പ്രിയരെ, മനുഷ്യരെ ആരെയും പ്രസാദിപ്പിച്ചാൽ, മനുഷ്യരെ മുഴുവൻ പ്രസാദിപ്പിച്ചാൽ, കിടക്കുന്ന ഒരു നമ്മള് പെട്ടി കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വന്നിരുന്ന് 10 വാക്ക് നല്ലതായിട്ട് പറഞ്ഞിരിക്കാം. പക്ഷെ ഈ വാക്കുകളൊന്നും ദൈവസന്നിധി നമുക്കൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതാകരുത് നമ്മുടെ ലക്ഷ്യം. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. മനുഷ്യരാരും പ്രസാദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. എന്റെ പ്രാർത്ഥന, എന്റെ ആരാധന, എന്റെ ജീവിതം, എന്റെ കൊടുക്കലുകൾ, വാങ്ങലുകൾ ദൈവത്തിന് പ്രീതികരമായിരിക്കണം, ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. കാരണം ഇവിടെ ആരെ എന്തെല്ലാം എങ്ങനെയെല്ലാം പ്രസാദിപ്പിച്ചാലും ഇവരിൽ നിന്നൊന്നും കാര്യമായിട്ട് എനിക്ക് അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവിടെ വല്ലതും കിട്ടണമെങ്കിൽ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒക്കെ നിലയിൽ ആരെയെങ്കിലും ഒക്കെ ഒന്ന് പ്ലീസ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒക്കെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്വകരമായ ദൈവിക ദൗത്യത്തിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയോ, നമ്മുടെ യാത്ര അപകടത്തിലാണ്. ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി, ഒരു മനുഷ്യനെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക നിയോഗങ്ങളിൽ നിന്ന്, ദൗത്യങ്ങളിൽ നിന്ന്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഘനമേറിയ ദൈവിക ദർശനങ്ങളിൽ നിന്ന് ഒന്നിലും വ്യതിചലിപ്പാൻ നമ്മളെ വിട്ടുകൊടുക്കരുത്. കാരണം ഇവർക്കാർക്കും നമ്മളെ നിത്യതയിൽ സഹായിക്കാൻ കഴിയത്തില്ല. കണക്ക് പറയാൻ നമ്മൾ ഒറ്റയ്ക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ അധികം തീവ്രതയോടെ ആകാംക്ഷയോടെ ജീവിക്കുന്നവരാകട്ടെ. കാരണം ഈ ദിവസങ്ങളിൽ കേൾക്കുന്നതെല്ലാം മരണ വാർത്തകളാണ്. ഈ ദിവസങ്ങളിൽ
എത്ര ഫ്യൂണറലിനാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയില്ല പ്രിയരെ. അതുപോലെ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ചു. എന്റെ പപ്പയുടെ പെങ്ങളുടെ മകനാണ്. ആമേൻ. എന്റെ പപ്പയൊക്കെ 10 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ 10 പേരടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് ദീർഘവർഷങ്ങൾക്ക് ആദ്യമായി പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിരുന്ന ഒരു ആളാണ് ഈ ഉണ്ണിച്ച എന്ന് പറഞ്ഞത്. അദ്ദേഹം കുമളയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല ഭക്തനായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് ഒരു വീണ കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ആ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലിൽ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മടങ്ങി ഭവനത്തിലെത്തി. വീടിന്റെ വാതുക്കല് താൻ എത്തിയപ്പോ തന്റെ ഭാര്യയുടെ സഹോദരന്റെ മകനാണ് വാഹനം ഓടിക്കുന്നത്. മോനോട് പറഞ്ഞു, എടാ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി അല്പം സാധനം കൂടെ വാങ്ങിച്ചോണ്ട് വരാം. ഇത് പറയുമ്പം ഇവരുടെ വീട് മുതൽ ഹോസ്പിറ്റൽ വരെ പോയ അത്രയും റൂട്ടിൽ മിനിമം ഒരു 15 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ 15 സൂപ്പർ മാർക്കറ്റും കഴിഞ്ഞാണ് ആശുപത്രിയിൽ പോയി കാര്യം കഴിഞ്ഞ് ഈ 15 സൂപ്പർ മാർക്കറ്റും കഴിഞ്ഞിട്ടാണ് തിരിച്ചു വീട്ടിൽ വന്നത്. അന്നേരം ഒന്നും തോന്നാതിരുന്നു. ഒരു വീടിന്റെ വാതുക്കെ വന്നപ്പോ പറയാം, വണ്ടി തിരിക്കട, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം. ആ പോക്ക് റോഡിലേക്ക് ഇറങ്ങി രണ്ടാമത്തെ വളവ് ഒരു ടിപ്പറിന്റെ അടിയിലേക്ക് കാറി ഒന്ന് കയറി. താന് ബാക്ക് സീറ്റിലായിരുന്നു താൻ ഇരുന്നത്. താൻ ഫ്രണ്ടിലെ 2 സീറ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഇരുന്നു. ഇടിയിടി ആഘാതത്തിൽ താൻ ഇതിനിടയ്ക്ക് കൂടെ ചെന്ന് ഡാഷ്ബോർഡിൽ തലയിടിച്ചു. അങ്ങനെ തന്റെ തലക്കകത്ത് ബ്ലഡ് എല്ലാം ക്ലോട്ടായി. 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. 3-ാം ദിവസം താൻ ലോകത്തോട് വിട പറയാനിടയായി തീർന്നു. താനും 65-ാമത്തെ വയസ്സിലാണ്. തന്റെ ഭാര്യ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ സീറ്റ് ബെൽറ്റ് ഓവർ ടൈറ്റ് ആയിട്ട് തന്റെ 5 റിബ്സ് ഒടിഞ്ഞുപോയി. തന്റെ നട്ടലിന് ഫ്രാക്ചർ ഉണ്ടായി, കഴുത്തിന് ഫ്രാക്ചർ ഉണ്ടായി. തനിക്ക് അനങ്ങാനോ തിരിയാനോ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ്. പറഞ്ഞത് നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ അന്ന് മരണവേളയിൽ കടന്നു നിന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഭാഗ്യം കൊണ്ട് രക്ഷ. ഭാഗ്യം കൊണ്ടെന്ന് പ്രിയരെ, ദൈവം നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 1 സെക്കൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നിനെ കൊണ്ടും പറ്റത്തില്ല. ചിലപ്പോൾ പറയത്തില്ലേ, അന്നേരം ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അന്നേരം ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടല്ല, നിന്റെ സമയം തീരാഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ക്യൂവിൽ നിന്ന് എനിക്ക് 36-37 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ പണ്ട് ഓർത്തഡോക്സ് പശ്ചാത്തലങ്ങളായിരുന്നു. അവിടെ ഞാൻ മധുവയിലൊക്കെ ശുശ്രൂഷയ്ക്ക് കയറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോടൊപ്പം മധുവയിൽ ശുശ്രൂഷയ്ക്ക് കയറി ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന്റെ ഫാമിലി ഹിസ്റ്ററി മൊത്തം ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പന്റെ അപ്പൻ, അതുപോലെ അവന്റെ അപ്പന്റെ ജ്യേഷ്ഠന്മാര്, അവന്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരെല്ലാം 40 വയസ്സിനകത്ത് അറ്റാക്ക് വന്ന് മരിച്ചവരാണ്. ഇനി 36-37 വയസ്സുള്ളപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു മേടിച്ചടാ, നീ പോയി ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ ചെക്കപ്പ് ചെയ്യാനായിട്ട് അവൻ കുമളിയിലെ പെരിയാർ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റലിൽ താൻ പോയി ക്യൂ നിൽക്കുക. ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂ നിൽക്കുന്ന വേളയിൽ താൻ അവിടെ കുഴഞ്ഞു വീണു. ആ ഹോസ്പിറ്റലിൽ ആ സെക്കൻഡിൽ തന്നെ അവനെ എടുത്ത് ICU കൊണ്ടുപോയിട്ടും അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 36-ാമത്തെയോ 37-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോടും വിട പറയാനിടയായി. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്യാൻ ക്യൂ നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റലിനകത്ത് അത്രയും സൗകര്യങ്ങൾ ഉള്ളിടത്ത് നിന്നിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് വലിയ ഞാനീ പറഞ്ഞത്, ദൈവം ഇട്ടിരിക്കുന്ന ഈ ആയുസിന്റെ 1 സെക്കൻഡ് വലിച്ചുകൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയത്തില്ല. നമുക്ക് എത്ര പണമുണ്ടെങ്കിലും, നമുക്ക് എത്ര മെഡിക്കൽ പരമായിട്ട് അറിവുണ്ടെങ്കിലും, മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും ദൈവവിത്തെ ആയുസിനോട് 1 സെക്കൻഡ് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത് പേടിപ്പിക്കാനല്ല പ്രിയരെ. നമ്മുടെയൊക്കെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് നമുക്ക് ആർക്കും പ്രവചിക്കാൻ. ഇവിടുത്തെ എത്ര വലിയ മാഗ്നിഫൈങ് ലെൻസ് കൊണ്ട് നോക്കിയാലും നമ്മുടെ എക്സ്പയറി ഡേറ്റ് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് എപ്പോ സംഭവിച്ചാലും നിത്യത പോകാനുള്ള ഒരുക്കത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ ഉത്തരവാദിത്വം. പോട്ടെ അങ്ങനെ രണ്ടാമതും യോബിന്റെ ജീവിതത്തിനകത്ത് ദൈവം അനുവാദം കൊടുക്കുകയാണ്. നീ അവന്റെ ശരീരം എടുത്തിട്ട് പ്രാണനെ മാത്രം തുടരുന്നത്, ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിക്കുക. ഇതെല്ലാം ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ പോവുക പ്രിയരെ. അപ്പൊ യോബ് എന്ന പഴയ നിയമ ഭക്തനെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ള ശോധന പോയാലും അവൻ എന്നെ വിട്ടു പോകത്തില്ലെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അപ്പോസ്തലത്വത്തിലെ ശ്രേഷ്ഠമായ പദവി അലങ്കരിക്കുന്ന പത്രോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോ പത്രോസിനോട് യേശു കർത്താവ് ഒരിക്കൽ പറയുകയാണ്, പത്രോസേ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റാൻ സാത്താൻ എന്നോട് 1 വട്ടമല്ല പലവട്ടം അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാന് അനുവാദം കൊടുത്തില്ല. കാരണം പുതിയ നിയമത്തിൽ യേശുവിനോടൊപ്പം 3.5 വർഷം നടന്ന ശുശ്രൂഷയുടെ നന്നായിട്ടുള്ള എല്ലാ പാഠങ്ങളും പഠിച്ച പത്രോസിനെ കുറിച്ച് ദൈവത്തിന് ഇല്ലാഞ്ഞ ഗ്യാരണ്ടിയാണ് പഴയ നിയമഭക്തനായ യോബിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നത്.
ഇന്ന് പ്രഭാതത്തിൽ അതാണ് നമുക്ക് നമ്മളെ കുറിച്ചും നമുക്കും മറ്റുള്ളവർക്കും ഉള്ളതല്ല, ദൈവത്തിന് എത്ര കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ പ്രിയരെ, എനിക്കറിയാം ഇതിനിടയ്ക്ക് കൂടെ കയറി വരുന്നത് കേട്ടോ. ഈ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? വിശ്വാസ വഞ്ചന, അല്ലെ? നമ്മൾ ഒരാളെ ആഴമായിട്ട് വിശ്വസിച്ചു, അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അത് കോൺഫിഡന്റ് ആയിട്ട് അവരുടെ ഉള്ളിലിരിക്കും. ഒരാളോട് ഒരു പറയത്തില്ല എന്ന് നമ്മൾ ഒരാളെ ഹൃദയംഗമമായി വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ഒരിക്കൽ ആ വിശ്വാസം തകർന്നു പോയാൽ പിന്നെ നമുക്ക് ജീവിതം ഒരിക്കലെങ്കിലും അവരോട് പഴയതുപോലെ വർത്തിക്കാൻ പറ്റൂ. ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് പ്രധാന കാര്യം തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അടിസ്ഥാനപരമായ വിഷയമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയുമോ? വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഒരിക്കൽ പോലും അവരോട് നമുക്കൊന്നും പറയാൻ, ഒരുപക്ഷെ ആ ദൈവസ്നേഹം നിമിത്തമോ അല്ലെങ്കിൽ കർത്താവിന്റെ ആ ഭാരമോ കർത്താവിന്റെ ആ ഭാവമോ നമ്മുടെ ഉള്ളിൽ കയറുമ്പോ അവരോട് ചില വിഷയങ്ങൾക്കൊക്കെ ഓക്കെ ആകുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ അവരൊരു പിണക്കം വേണ്ടെന്നുണ്ടാകാം. പക്ഷെ ഒരിക്കൽ പോലും പണ്ടത്തേത് പോലെ നമുക്ക് ഒരു കാര്യവും അവരോട് പറയാനായിട്ട് മനസ്സ് വരത്തില്ല. കാരണം ഒരിക്കൽ നമുക്കൊരു അബദ്ധം പറ്റിയതാ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഈ ഭൂമിയിൽ ഇത്രയും കോടി മനുഷ്യരുള്ളവരുടെ നടുവിൽ എന്റെ ദൈവത്തിന് എന്നെ വിശ്വാസം തോന്നി. ഇവനെ വിളിച്ച് എന്റെ കൃപയിലാക്കിയ ഇവൻ എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുകയാണ്. ആ ഒരൊറ്റ വിശ്വാസം കൈമുതലാക്കിയിട്ട് എന്റെ ക്രൂസിലെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ സ്വർഗത്തിന് പ്രസാദം തോന്നിയത്. ഇന്ന് പ്രഭാതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം പരിശുദ്ധാത്മാവിൽ നമ്മളോട് ആവശ്യപ്പെടുക. ദൈവം നമ്മളെ അർപ്പിച്ച വിശ്വാസം കാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവം നമ്മളെ അർപ്പിച്ച വിശ്വാസം കാക്കാൻ, വിശ്വസ്തത കാക്കാൻ, ദൈവം നമ്മൾ അർപ്പിച്ചിരിക്കുന്ന, ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന ആ വലിയ ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ ഭയങ്കര ആവേശവും എരിവും പലതും പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കിയപ്പോ കാണണ്ട എന്നും കേൾക്കണ്ട എന്നും പറയണ്ട എന്നും നമ്മൾ സ്വയം തീരുമാനമെടുത്ത് വരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിനകത്ത് എവിടെയൊക്കെയോ പലതിനും ചോർച്ചകൾ സംഭവിച്ചില്ലേ? അന്ന് ഇന്ന് ഞാനിത് പറയുമ്പോ പ്രിയരെ, ഈ രക്ഷിക്കപ്പെട്ട നാളുകൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിനകത്ത് ആരും പറയാതെ പാപമാണെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ച പലതും കാലപ്പഴക്കത്തിനകത്ത് സാരമില്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അവരെങ്ങനെ ഇവരെങ്ങനെ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ ആത്മീയ നിലവാരം എത്തി നിൽക്കുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രക്ഷയിലേക്ക് നമ്മളെ നയിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സ്റ്റാൻഡേർഡിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അളവുകോലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അന്ന് നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ എരിവുണ്ടായിരുന്ന സമയത്ത് നമ്മളോട് ഇടപെട്ട പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നും നമ്മളോട് കൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ സ്റ്റാൻഡേർഡിന് ഒരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തേ നമ്മള് കാലപ്പഴക്കത്തിനകത്ത് ചില താളപ്പിഴകൾ നമുക്ക് സംഭവിച്ചിട്ട് നമ്മൾ ചിലതിനെയൊക്കെ മൂടി വെക്കാൻ നമ്മളായിട്ട് ചിലതിന്റെ കാരങ്ങളും മാനങ്ങളും കണ്ടെത്തിയിട്ട് കുഴപ്പമില്ലാതാക്കി വെച്ചിരിക്കുകയാ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വിരൽ ചൂണ്ടി പറയുന്നു, കുഞ്ഞേ, അത് നിനക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയാലും എനിക്ക് കുഴപ്പം തന്നെയാണ്. കാരണം എന്റെ സ്റ്റാൻഡേർഡിന് മാറ്റം സംഭവിച്ചിട്ടില്ല. അവിടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇത് തിരുവനന്തപുരത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം വായിച്ചതെങ്കിലും പ്രിയരെ, ഒരു ശുദ്ധീകരണത്തിനും കൂടെ നമ്മളെ ഒന്ന് ഒരുക്കി കൊടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെയൊക്കെ കയറി വരുന്നത്. ഇങ്ങനെ ഒന്നും പ്രസംഗിക്കേണ്ട വചനമല്ലല്ലോ ഞാൻ എടുത്തത്. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കൽ കൂടെ ഒന്നുടയ്ക്കാനായിട്ട് ഒന്നുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു നിങ്ങളെ വിധിക്കുന്ന ഒരു വിധിയായിട്ട് നിങ്ങൾ കാണരുത്. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കുക, ഒന്നുകൂടെ അവരോട് ക്ലോസ് ആകണമെന്ന് യേശു നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നമ്മൾ ഒന്നുകൂടെ ക്ലോസ് ആയി നിൽക്കണമെന്ന്. കുഞ്ഞെ, നീ ഒരിക്കൽ കൂടെ അല്പം കൂടെ നിന്ന് കഴുകപ്പെടണം, അല്പം കൂടെ നീ ഒന്ന് ഒരുക്കപ്പെടണം, അല്പം കൂടെ നീ ഒന്ന് ക്രമീകരിക്കപ്പെടണം. അതിന് എനിക്ക് നിന്നോട് ഇടപെടേണ്ടത് കൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന എന്തിനാ പ്രിയരെ? നാശമായി പോകാനല്ലല്ലോ, അവര് നന്നാകാനല്ലേ, അവരുടെ സ്വഭാവം മാറാനല്ലേ. യോഗ്യമല്ലാത്ത നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ചേരാത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ നന്നായി താക്കീത് ചെയ്യും. അവിടെയൊന്നും അത്
അതിനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പരിമിതികളുള്ളവരാ. എങ്കിൽ പോലും നമ്മളെ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം താക്കി ചെയ്യരുത്. കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഒരു നിലവാരമുണ്ട്. അതിന് മോശമാകുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ ശാസിക്കും, താക്കീത് ചെയ്യും, അരുത് എന്ന് പറയും, വിലക്കും. ഇന്ന് പ്രഭാതം ഇത് തന്നെ പരിശുദ്ധാത്മാവ് ചെയ്തത്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ, നിന്നെ എനിക്ക് ഒത്തിരി സ്നേഹമാ, നിന്റെ കൂടെ വസിക്കാനായിട്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിൽ നിന്ന്, എന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ചില കാര്യങ്ങളിൽ നീ ഒന്ന് ക്രമീകരിക്കുക. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ ചേർത്ത് പിടിക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. ഓട്ടെ ആമേൻ. അപ്പോ ഈ പത്രോസിനെ കുറിച്ച് കർത്താവിന് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എന്തിനാ പറയുന്നത് അറിയാം പ്രിയരെ? നമ്മളിൽ ചിലർക്ക് ആമേൻ അസാധാരണമായ ചില നോവുകളെ ദൈവം അനുവദിക്കുമ്പോ, അസാധാരണമായ ചില വേദനകളെ ദൈവം അനുവദിക്കുമ്പോ, എത്ര ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ ചില കാലഘട്ടങ്ങൾ ചിലത് നമുക്ക് അനുവദിക്കുമ്പോ, ആമേൻ, ഒന്ന് ഞാൻ പറയാം, മറ്റു പലരെക്കാളും നിന്നെ ദൈവത്തിന് ബോധിച്ചത് കൊണ്ട്, മറ്റു പലരെക്കാളും ദൈവത്തിന് നിന്നെ അത്രയ്ക്ക് പ്രിയമായത് കൊണ്ട്, മറ്റു പലരെ കുറിച്ചും ദൈവത്തിനില്ലാത്ത ഒരു കോൺഫിഡൻസ് നിന്നെ കുറിച്ച് ദൈവത്തിനുള്ളത് കൊണ്ടാകുഞ്ഞേ. അതുകൊണ്ട് ദൈവം നിന്നെ മറന്നിട്ടല്ല, ദൈവം നിന്നെ കൈവിട്ടിട്ടല്ല, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, ആമേൻ, ദൈവത്തിന് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ആമേൻ, നീ കാണുന്ന, നിന്നേക്കാൾ പ്രാർത്ഥിക്കുന്നെന്ന് തോന്നുന്ന, നിന്നേക്കാൾ ആരാധിക്കുന്നെന്ന് തോന്നുന്ന, നിന്നേക്കാൾ ശുശ്രൂഷിക്കുന്നെന്ന് തോന്നുന്ന മറ്റു പലരിലും ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് ദൈവത്തിനുണ്ട്. നീ ഈ അവസ്ഥയിൽ കൂടെ പോയാലും എന്റെ പ്രിയനെ നീ കൈവിട്ട് കളയത്തില്ലെന്നും, എന്റെ പ്രിയനോട് ഒരു വാക്ക് പോലും നെഗറ്റീവായി പറയത്തില്ലെന്നും, എന്റെ പ്രിയന് നിന്നെ കുറിച്ച് അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാ മറ്റു പലർക്കും ഇല്ലാത്ത ചില ശോധനകൾ, ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ ഇന്നും നീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെട്ടു. ആമേൻ. എത്ര വലിയ ആമേൻ ഒരു പദവിയാ ദൈവത്തിന് എന്നെ അത്ര ആമേൻ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ന് പ്രഭാതത്തില്. ആമേൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഓർക്കുന്ന ഒരു കാര്യമാണ്, PG വർഗീസ് അങ്കിളുടെ വൈഫ് ലില്ലി ആന്റി ഒരിക്കൽ ആമേൻ ഞങ്ങളുടെ ഇവിടെ ഈ കോന്നിയില് ആമേൻ ഞങ്ങളുടെ ജോസ് പാസ്റ്റർ അവിടെ ഒരുക്കിയ ഒരു കോൺഫറൻസിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ ആ ദേവദാസി പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അവര് ജമ്മുവിലെ മറ്റും ആയിരുന്ന സമയത്ത് തന്റെ അടുത്തൊരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഭയങ്കര കുടിയനാണ്. എന്നും കുടിച്ചിട്ട് വന്ന് ഈ ഭാര്യയെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അട്ടിയും വിട്ടിയും തൊഴിയും വഴക്കും. ഈ സഹോദരിയാണെങ്കിൽ അവൻ പണിക്ക് പോയി കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ലില്ലിയാനോടങ്ങ് കരച്ചിലും പറച്ചിലും അവന്റെ ഉപദ്രവങ്ങളെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ 3-4 ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ ലില്ലിയാനയുടെ ഉള്ളിൽ തോന്നി, എന്റെ ദൈവമേ, എവിടെ സ്ഥാനത്ത് ഞാനെങ്ങാനും വരുന്ന ചിരവയെടുത്ത് അവരുടെ തൈ അടിച്ച് പൊട്ടിച്ചേനെ എന്ന് മനസ്സിനെ വിചാരിച്ച് ആമേൻ. എന്നിട്ട് പറഞ്ഞു, ഇവളോടൊന്ന് പറഞ്ഞാലോ, അങ്ങനെ നീയും അങ്ങോട്ട് പ്രതികരിക്കണോ എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിച്ചു. ആമേൻ. പക്ഷെ പറഞ്ഞില്ല കേട്ടോ. അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, നീ ആരാ? നീ ആരെ പ്രസംഗിക്കുന്ന ആളാ? നീ ആരെ വിശ്വസിക്കുന്ന ആളാ? നീ ആരുടെ സ്വഭാവം പാലിക്കേണ്ട ആളാ? നീ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് തന്നെ ഉടച്ചങ്ങ് പണിത് കേട്ടോ. ആമേൻ. പിറ്റേ ദിവസം ആമേൻ ഈ സഹോദരി വന്ന് ഈ പല്ലവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആന്റി ഒരു മറുപടി ഇങ്ങനെ പറഞ്ഞു, മോളെ, ഈ ഭൂമിയിൽ ആ വ്യക്തിയെ സഹിക്കാൻ നിന്നെ മാത്രമാണ് ദൈവം കണ്ടത്. നിന്നെ പോലെ വേറെ ആരെ കൊണ്ടും ആ മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ സ്വഭാവം അനുസരിച്ച് നീ ഒരുങ്ങാനും തയ്യാറായാൽ അവൻ നിനക്ക് കൊള്ളാവുന്ന ഒരു ഭർത്താവായി അവനെ ദൈവം നിനക്ക് മടക്കി തരും എന്ന് പറഞ്ഞു. ആ ഒരു വാചകം ആ സഹോദരിയുടെ അകത്ത് ഒരു ഇടിമിന്നൽ പാഞ്ഞിറങ്ങുന്ന പോലെ ഒരു കാര്യമാണ് വെളിപ്പെടുത്തിയത്. എന്നിട്ട് ആന്റി പറയേ, കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അവൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവനെ ദൈവകൃപയിലേക്ക് കടന്നു വരാൻ ദൈവം അവസരമില്ല. ഞാൻ ഈ പറഞ്ഞത് ആമേൻ, നമ്മുടെ പ്രതികരണം ദൈവം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ ദിവസങ്ങൾ അതിന് ദൈവം നമ്മളെ ചില ഭാഗങ്ങൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും ദൈവത്തോട് നമ്മൾ മറന്നു നിൽക്കരുത്. പോട്ടെ ആമേൻ, ഞാൻ വേഗത്തിൽ ഈ ഭാഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ആമേൻ, ഇവർ വയോധികരായിരുന്നെങ്കിലും കുഞ്ഞുങ്ങളില്ല, ശുശ്രൂഷയിൽ നന്നായിട്ട് നിൽക്കുന്നവരാ. ഒത്തിരി വ്യാഖ്യാനങ്ങൾ അവർ കേട്ട് കാണും. ആമേൻ, ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഹൃദയം പിടയുന്നൊരു വേദന സഖറിയാവിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇനി ഒത്തിരി കാലങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കേട്ടോ. ഇവരുടെ കുടുംബജീവിതം ആരംഭിച്ച് ഒത്തിരി വർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. ഇപ്പോ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രാർത്ഥന ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. കാരണം ഇനി ആ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയില്ല. കാരണം വൈദ്യശാസ്ത്ര പ്രകാരം, ശരീരശാസ്ത്ര പ്രകാരം ഒരു പിതാവാകാനുള്ള ശേഷി തനിക്കില്ല, ഒരു മാതാവാകാനുള്ള ശേഷി അവൾക്കുമില്ല. ആമേ സഖറിയാവ് അതുകൊണ്ട് അവരെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. ആമേൻ. അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആമേൻ ആ വിഷയം അവസാനിപ്പിച്ചു. ശുശ്രൂഷയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ
ഒരു ദിവസം ശുശ്രൂഷിക്കുന്ന ആലയത്തിനകത്ത് അവൻ താനെ ശുശ്രൂഷിക്കാൻ കയറിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഇറങ്ങി വന്നിട്ട് ഒരു പ്രാർത്ഥന, ഒരു മറുപടി ഇങ്ങനെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒത്തിരി പ്രാർത്ഥനകളോ മനുഷ്യനല്ലേ, ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായത്? വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം പറയുകയാ, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ നിനക്ക് വേണ്ടി പ്രസവിക്കാൻ പോകുക, അവന് യോഹന്നാൻ എന്ന് പേരിടണം, അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മ നിറവുള്ളവനായി മാറും എന്നൊക്കെയുള്ള ഒരു പ്രവചനം ആമേൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അവനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ആമേൻ ഞങ്ങളുടെ ശാരീരിക അവസ്ഥ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറയുക, കാണുന്നത് വരെ നീ മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ആമേൻ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് അങ്ങനെ നിർത്തുകയാണ്. അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങൾ. ദൂതനങ്ങ് പോയി, തിരിച്ചിറങ്ങി വന്ന് ആശീർവാദം പറയേണ്ട പുള്ളിക്ക് ആശീർവാദം പറയാൻ നാവ് പൊങ്ങുന്നില്ല. ആമേൻ പണ്ടൊരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, അന്ന് മുതലായിരിക്കാം ആമേൻ മധുഹായിൽ നിന്ന് ഈ കൈക്രിയകൾ ആരംഭിക്കാൻ, സമാധാനത്തോടെ പൊക്കോളാനൊക്കെ പറഞ്ഞ് കൈക്രിയകൾ ആരംഭിച്ചത് അവിടെ തൊട്ടായിരിക്കാമെന്ന് ഒരിക്കൽ ഒരു ദേവദാസൻ തമാശ രൂപയാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പോട്ടെ, ആമേൻ അദ്ദേഹം വന്ന് എല്ലാവരും കൈക്രിയ കാണിച്ചു. ആൾക്കാർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു, എല്ലാം കഴിഞ്ഞു. ആമേൻ അടുത്ത ആമേൻ ആഴ്ചകൾ സംഭവിച്ചപ്പോൾ എലിസബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 5 മാസം അവൻ ഒളിച്ചു മാർത്തുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഒന്നോർത്ത് നോക്കി, വൈദ്യശാസ്ത്ര പ്രകാരം ഒരിക്കൽ പോലും ഇനി ഒരു ജനനത്തിന് സാധ്യതയില്ലാത്ത ഉണങ്ങി വരണ്ടു പോയ ഒരു ഗർഭപാത്രത്തിനകത്ത് ദൈവം ഒരു പുതിയ സൃഷ്ടി വരുത്തി അതിനെ പുതുക്കിയെടുത്തിട്ട് ഒരു തലമുറയെ അതിനകത്ത് കൊടുത്ത ചരിത്രം 1-ാം ഭാഗം പറയുന്നത്. ഒരിക്കൽ പോലും മനുഷ്യർക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. അങ്ങനെ യോഹന്നാൻ എന്ന തലമുറയെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി, യേശുക്രിസ്തു ഒരു വഴി ഒരുക്കാനായിട്ട്. അങ്ങനെ ഒരു വലിയ മിറക്കിളാണ് 1-ാം ഭാഗത്ത് കാണുന്നത്. 2-ാം ഭാഗത്ത് കാണുന്നത്, ഇന്നുവരെ ജീവിതത്തിന്റെ നൈർമല്യത നഷ്ടപ്പെടാതെ തന്റെ വെർജിനിറ്റിയിൽ അങ്ങേയറ്റം ബദ്ധശ്രദ്ധയായി വിശുദ്ധയായി തന്റെ ആ ജീവിതത്തെ ദൈവം മുമ്പാകെ പ്രീതികരമായി ജീവിച്ച യൗവനക്കാരിയായ ഒരു സഹോദരിയുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ടുള്ളത് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവുക. ലോകത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം. നീ ഗർഭം ധരിച്ചൊരു മകനെ, ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, യഹൂദ പശ്ചാത്തലത്തിൽ അവിടെ ജീവിക്കുമ്പോ ഇങ്ങനൊരു ദൂത് താൻ റിസീവ് ചെയ്യുമ്പോ അവൾക്കറിയാം അടുത്ത ദിവസങ്ങളിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. കാരണം എന്നാ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്ത, കുടുംബജീവിതത്തിൽ പ്രവേശിക്കാത്ത ഒരു യൗവനക്കാരിയായ പെൺകുട്ടി ഗർഭവതിയായെന്ന് പറഞ്ഞാൽ എത്ര ദിവസം വീട്ടിൽ ഒളിച്ചു വെക്കാൻ പറ്റും? ഓരോ ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ പ്രകടമായ വ്യതിയാനങ്ങൾ ശരീരത്തിൽ ഉണ്ടാകത്തില്ലേ? അങ്ങനെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഇവളോട് ഇത് പറയുമ്പോ അവിടെ അവള് പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ ആ ഭാഗം വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചൊരു ഭാഗമുണ്ട് പ്രിയരെ. കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഇവിടെ ശരീരത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പെട്ടെന്ന് അവളുടെ വീട്ടിൽ അവിടെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ആ അമ്മ അവളോട് ചോദിക്കുകയല്ലേ, എന്റെ കുഞ്ഞെ, ഇത്രയും മാന്യായിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചിട്ട്, കുടുംബത്തിൽ ജീവിച്ചിട്ട് നീ ഇതെന്ത് പണിയായി കാണിച്ചത്? ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എന്താ പ്രിയപ്പെട്ടവരെ മറുപടി പറയാനുള്ളത്? അത് അമ്മ എന്ന് അപ്പനോട് പറയത്തില്ലേ? അപ്പം വന്ന് അപ്പനും അമ്മയും കൂടെ ഈ മറിയ എന്ന ഈ യൗവനക്കാരിയായ വിവാഹിതയാകാത്ത പെൺകുട്ടിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് രണ്ടുപേരും മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യുക. ഇവള് പറയുന്നൊരു മറുപടി പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ അപ്പം വിശ്വസിക്കൂ, അമ്മ വിശ്വസിക്കൂ. ആരെങ്കിലും കൂടപ്പുറപ്പുകളിലോ കുടുംബ ബന്ധങ്ങളിലോ ഒരൊറ്റയാള് വിശ്വസിക്കൂ. എന്തിന്? ഇനി അവിടെ കൊണ്ടുവന്ന് പുരോഹിതന്റെ മുമ്പിൽ നിർത്തി പുരോഹിതൻ ചോദിക്കുമ്പോ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ലോകത്തിലെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മറിയ പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ ലോകം മുഴുവൻ ഇന്നലെ വരെ സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പല വീടുകളിലും അവർ പെൺകുഞ്ഞുങ്ങളോട് അവരുടെ അമ്മമാര് പറഞ്ഞു കൊടുക്കണം, മറിയെ കണ്ട് പഠിക്കടി എന്ന് അച്ചടക്കമുള്ള, ഒതുക്കമുള്ള, അനുസരണമുള്ള, വിനയമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ ആ വീട്ടിൽ അവളെന്ത് സഹായമാ, ഈ സമൂഹത്തിന്റെ മാതൃകയാ എന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ സമൂഹം, അതേ ചുറ്റുപാടുകൾ നാളെ മുതൽ മറിയുടെ നേരെ വിരൽ ചൂണ്ടാൻ പോവാ. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ തികഞ്ഞ ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ടവളെന്ന്
വിധി കൽപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു നമുക്കൊരു സാധാരണ പദപ്രയോഗമുണ്ട്, ഞാനത് യോഗ്യമല്ലാത്തതുകൊണ്ട് പറയില്ല പ്രിയപ്പെട്ട. അങ്ങനെ സമൂഹത്തിന്റെ മുമ്പിലെല്ലാം ഒറ്റപ്പെട്ട് തള്ളപ്പെട്ടു പോകുന്ന, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഹീനപാത്രമായി മാറ്റപ്പെടാനുള്ള അവസ്ഥയാണ് മറിയയുടെ മുമ്പിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. രണ്ട് കൈയും നീട്ടി തന്റെ ജീവിതം പോലും ഒരുപക്ഷെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ടും, ഞാൻ നിന്റെ ദാസിയ, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിച്ച ഒരു മറിയ. പ്രിയരെ, അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അതിനപ്പുറം മത്തായി സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. തൻ വിവാഹ നിശ്ചയം ചെയ്ത് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോസഫിന് ഈ അറിവ് കിട്ടിയപ്പോൾ അവൻ മാന്യനായതുകൊണ്ട് രഹസ്യമായിട്ട് ഒരു പബ്ലിക് വേദിയിൽ കൊണ്ടുവന്ന് അവളെ ആക്ഷേപിക്കാനോ കല്ലെറിയാനോ നിന്ദിക്കാനോ തയ്യാറാകാതെ രഹസ്യമായി ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ അവൻ പദ്ധതി ചിന്തിച്ച് തയ്യാറാകുമ്പോൾ, മക്കളെ, മറിയയുടെ മുമ്പിൽ വന്ന അതേ ദൂതൻ ജോസഫിന്റെ മുമ്പിൽ വന്നിട്ട് അവനോട് പറയുകയാ, ജോസഫെ, നീ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയയെ ഭാര്യയായി ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് ജോസഫിനോട് ദൈവം വ്യക്തമായിട്ട് ദൂതനെ അയച്ച് സംസാരിച്ചിട്ട് തള്ളിക്കളയാൻ മനസ്സിൽ വിചാരിച്ചവളെ ചേർത്ത് പിടിക്കാനുള്ള ദൈവാലോചനയിലേക്ക് കൊണ്ടുപോയി ആ വിവാഹത്തിൽ നിങ്ങൾ ഒരു കുടുംബസ്ഥരായി തന്നെ തീരത്തക്ക രീതിയിൽ അവളെ ചേർത്ത് പിടിക്കാൻ ദൈവം ഇപ്പുറത്ത് ഒരു ദൈവിക പദ്ധതി ഒരുക്കുകയാ. ഞാൻ ചേർത്ത് പറഞ്ഞിട്ട് വേഗം നിർത്താൻ പോവുക. ഇന്ന് പ്രഭാതത്തിൽ എത്ര കടുകട്ടിയുള്ള വിഷയമാണെങ്കിലും, മനുഷ്യർക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വിഷയമാണെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിന്റെ മുമ്പിൽ ഒരുക്കി തരുന്ന ദൈവിക നിയോഗങ്ങളെ കൈനീട്ടി സ്വീകരിക്കാൻ നീ തയ്യാറായാൽ, എന്റെ കുഞ്ഞ്, അതിന്റെ പിന്നിൽ വരുന്ന മുഴുവൻ കോൺസിക്വൻസസിനും ദൈവമാണ് ഉത്തരവാദി. ദൈവമേൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി വിളവെടുക്കാൻ നീ തയ്യാറാകുന്നതിന്റെ പേരിൽ എന്തെല്ലാം നീ കേൾക്കേണ്ടി വന്നാലും, എന്തെല്ലാം നീ അനുഭവിക്കേണ്ടി വന്നാലും, എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാ. അത് മേക്കപ്പ് ചെയ്യാനുള്ള വഴി ദൈവം ഒരുക്കും. അതിനുള്ള പരിഹാരങ്ങളെ ദൈവമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ജോസഫിനോട് തന്നെ ഇടപെട്ട ദൈവത്തിന്റെ ദൂതം പറയുക, ശങ്കിക്കേണ്ടതാ, നിങ്ങളെ ചേർത്തുകൊള്ളാൻ ഞാനാണ് ഉത്തരവാദിയായിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യരുടെ ചിന്തകൾക്കോ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഫലമേൽപ്പിക്കുന്ന ദൈവിക നിയോഗങ്ങൾക്ക് വേണ്ടി വില കൊടുക്കേണ്ടി വന്നാൽ, ക്ലേശം സഹിക്കേണ്ടി വന്നാൽ, വേദന സഹിക്കേണ്ടി വന്നാൽ, നോവ് സഹിക്കേണ്ടി വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് പരിശുദ്ധം ഒരു ഉറപ്പ് നൽകുന്നു. അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാ. അത് പരിഹരിക്കാനുള്ള വഴി ദൈവം ഒരുക്കും. ആരും കൂടെ ഇല്ലെങ്കിലും, ആരും നിന്നെ ചേർത്ത് പിടിക്കാനില്ലെങ്കിലും, ഇന്നലെ വരെ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞവർ നാളെ നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും, അത് ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ദൈവിക നിയോഗത്തിന് വേണ്ടിയാണ് നീ ഏൽക്കാൻ തയ്യാറാകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്റെ അപ്പനാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൂത് ഈ മീറ്റിംഗിൽ കൈമാറുമ്പോ ഈ ദിവസങ്ങൾ അസാധാരണമായ ചില ദൈവിക നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സാധാരണയിൽ കവിഞ്ഞ, സാധാരണയ്ക്ക് അപ്പുറമായ, സാധാരണ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ മഹാനിയോഗങ്ങൾ ചിലരുടെ പക്കൽ സ്വർഗം ഫലമേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. ഇന്ന് പ്രഭാതത്തിൽ മനുഷ്യനെ നോക്കാതെ, മനുഷ്യന്റെ ഇഷ്ടം നോക്കാതെ, മനുഷ്യന്റെ പ്രീതി നോക്കാതെ നിന്നെ ദൈവം ഏൽപ്പിക്കുന്നത്, നിന്റെ കുടുംബത്തെ ദൈവം ഏൽപ്പിക്കുന്നത്, നിന്റെ തലമുറയിൽ കൂടെ ചെറുത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക നിയോഗങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ കരം നീട്ടിയിട്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിച്ചു കൊടുക്കാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരും മാറ്റി നിർത്തിയാലും, ആര് തള്ളിക്കളഞ്ഞാലും, ആരകറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് പിടിച്ച് നീ ശരിയായിരുന്നുവെന്നും നിന്റെ മേൽ പകർന്ന നിയോഗം ദൈവത്തിങ്കിൽ നിന്നായിരുന്നുവെന്നും തെളിയിക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല. രണ്ട് എക്സ്ട്രീംസാ. ഒന്നൊരിക്കൽ പോലും സംഭവിക്കാത്ത വയസ്സ് എന്ന് വയോധികരായി ഉണങ്ങിയ വൃക്ഷമെന്ന് ലോകം പറഞ്ഞതിനകത്തൊരു തളിർപ്പും ഒരു ഫലവും കൊടുക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഒരിക്കൽ പോലും സംഭവ്യമല്ലാത്ത ഒരു പുരുഷനെ അറിയാത്ത തന്റെ വിർജിനിറ്റിയെ അങ്ങേയറ്റം വിശുദ്ധി വടകാത്ത ഒരു പെൺകുട്ടിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ ഉള്ളിൽ ഒരു പ്രജയതയും ഉത്പാദിതമാക്കി ലോകരക്ഷകനാക്കി അവനെ പുറത്തെടുത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ രണ്ട് എക്സ്ട്രീംസിനെയും ഒന്ന് വിലയിരുത്തിയിട്ട് നീ തന്നെ ചിന്തിച്ച് നിന്റെ വിഷയം ദൈവത്തിന് അസാധ്യമാണോ?
നിന്റെ ഭാരം മാറ്റാൻ ദൈവത്തിന് അസാധ്യമാണോ? നീ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന നോവുകളെ അവൻ പരിഹരിക്കാൻ ദൈവത്തിന് ഏതെങ്കിലും കാര്യം അസാധ്യമുണ്ടോ? ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന ഏത് ക്ലേശങ്ങളെയും പരിഹരിക്കാൻ ദൈവത്തിന് അസാധ്യമായി വല്ലതുകൊണ്ടോ? ഇല്ല കുഞ്ഞെ. ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്ന ഏത് ശോധനയായാലും, ഏത് വേദനയായാലും, ഏത് പ്രതിസന്ധിയായാലും, ഏത് പ്രശ്നമായാലും ആർക്കും പരിഹരിക്കാൻ കഴിയാതെ ആമേ ഉള്ളം തേങ്ങുന്ന ഏത് വിഷയമായാലും ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയംഗമായി ഇതിനോട് പറയുന്നു, നിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് പകൽ ചേർത്ത് ഞാൻ പറഞ്ഞു നിർത്താം. ആമേ, നീ അവരോടും ഇവരോടും പറഞ്ഞ് നിന്റെ ഗദ്ഗതങ്ങൾ പങ്കുവെച്ച് നീ സമയം പാഴാക്കണ്ട. മുറിക്കകത്ത് കയറ്, കഥകടയ്ക്ക് അപ്പന് മുമ്പിൽ കരയാവുന്നത് പോലെ കര. അവൻ ഗദ്ഗതത്തോടെ പറയാവുന്നത് പോലെ പറ. ഇന്ന് പ്രഭാതി ഒന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഇന്ന് നീ മനുഷ്യരെ വിശ്വസിച്ച് പറയുന്നത് നാളുകളിൽ നിനക്ക് വിനയായി മാറും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ സ്വർഗീയ അപ്പനെ വിശ്വസിച്ച് നീ എന്ത് പറഞ്ഞാലും നിന്നെ ഒരിക്കലും അവൻ പരസ്യബോധമാക്കത്തില്ല. അവനോട് എന്തും നിനക്ക് പറയാം, എങ്ങനെയും പറയാം, ഏതാവശ്യവും പറയാം, ഏത് വേദനയും പറയാം, ഏത് സങ്കടവും പറയാം. പ്രവാചകനോട് പറഞ്ഞാൽ നാളെ നീ ഒരുപക്ഷെ നിന്ദിക്കപ്പെടും. അവൻ ഒരുപക്ഷെ നിന്റെ കൂട്ടുവിശ്വാസികളോട് പറഞ്ഞാൽ നാളെ നീ അത് നിമിത്തം അപമാനിക്കപ്പെടും. എന്നാൽ നിന്റെ അപ്പനോട് പറയാൻ തയ്യാറായ അവൻ ഒരിക്കലും നിന്നെ തേച്ച് കളയുന്ന ദൈവമല്ല, നിന്നെ ഒരിക്കലും അപമാനത്തിൽ ഏൽപ്പിക്കുന്ന ദൈവമല്ല, ആരുടെയും മുമ്പിൽ നിന്നെ പരസ്യബോധമാക്കുന്ന ദൈവമല്ല. ഈ ദിവസങ്ങളിൽ നിന്റെ മനോഭാരത്തെ അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. എല്ലാ വഴികളും അടഞ്ഞു. നീ പരിശ്രമിച്ച പലരെയും കൊണ്ട് നീ റെക്കമെൻഡ് ചെയ്ത പല വഴികളും അടഞ്ഞ് ഈ ദിവസങ്ങളിൽ ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വത്തോട് ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഇനി നീ ആരെയും വിളിക്കാനും ആരെയും ചാരാനും പോകണ്ട. മുറിയിൽ കയറി ഈ ദിവസങ്ങളിൽ സമയങ്ങളെ വേർതിരിച്ച് അപ്പന്റെ മുമ്പിൽ ഹൃദയം പകർന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാക്കോ. ഈ ദിവസങ്ങളിൽ തുറക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ. ഇതുവരെ കാണാത്ത വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പകൽക്കാലം ആമേൻ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ. ആമേൻ. അസാധാരണമായ പെയിനുകളിൽ കൊണ്ട് പോകുന്നുണ്ടോ? ആമേൻ. നീ ധൈര്യപ്പെട്ടോ. മറ്റാരേക്കാളും ദൈവത്തിന് നിന്നെ കുറച്ചുകൂടെ വിശ്വാസമുണ്ട്. മറ്റാരേക്കാളും ദൈവത്തിന് നിന്നെ കുറിച്ച് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാ കുഞ്ഞെ, അതുകൊണ്ട് ഇതിനെ തരണം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഈ ദിവസം അസാധ്യമെന്ന് വിചാരിക്കപ്പെട്ടിരിക്കുന്ന മേഖലകൾക്ക് നടുവിൽ ദൈവിക മഹത്വത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കാര്യം നിനക്ക് വേണ്ടി ഇരുചെവി അറിയാതെ ചെയ്തു തരാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കുണ്ട്. അവന്റെ മക്കൾ അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യപ്പെടാം, ബലപ്പെടാം, ക്രിസ്തുവിൽ നിലനിൽക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് അനുവദിക്കുന്ന ഏത് അനുഭവങ്ങളെയും കരം നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുക. അതിന്റെ പിന്നിൽ വരേണ്ടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും സ്വർഗം ഉത്തരവാദിത്തം ഏറ്റെടുത്തോളും, മറുപടി നൽകും, ആദരിക്കും. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ എഡിസൺ പ്രയർ ഫെലോഷിപ്പിനോടും പ്രത്യേകിച്ച് എന്റെ ആത്മസ്നേഹിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സ്റ്റീവ് പാസ്റ്ററോട്, ആ കുടുംബത്തോട്, നിങ്ങളോട് ഓരോരുത്തരോടും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു പെട്ടെന്ന് ലീവാവുകയാണ്. അവൻ അവിടെ രാവിലെ 7 മണിയാകുമ്പോൾ ഡെഡ് ബോഡി കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ലീവ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാനാണ്. താങ്ക് യു പാസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നത്തിങ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യരാൽ അസാധ്യമായിരിക്കുന്നത് ദൈവം നമുക്ക് സാധ്യമാക്കി നൽകി തരുന്നു. പിന്നെയും ഇന്ന് രാത്രികാലം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. Whatever circumstances that you may be going through, trust in the Lord that God can intervene. ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഞാൻ ഈ വചനം സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം he could have sent anybody. സക്കറിയാവോട് സംസാരിക്കുവാൻ, മറിയയോട് സംസാരിക്കാൻ ഒരു പ്രവാചകനെയോ ഒരു ദൂതനെ ആരെങ്കിലും അയക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ അസാധ്യമായത് ചെയ്തെടുക്കുവാൻ വേണ്ടി ദൈവം ദൂതനെ ഇറക്കുന്നു, അല്ലേ? ആരും നമുക്ക് വേണ്ടി ഇറങ്ങത്തില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ കുറിച്ചിട്ടോ ഹല്ലേലൂയ, ദൈവം ദൂതനെ നമുക്ക് വേണ്ടി ഇറക്കും. Take that word this evening, this morning. ഹല്ലേലൂയ. ആരും when nobody is there, when nobody, I don't see any hope from any side, ആ സമയങ്ങളിൽ വിശ്വസിച്ചോ, ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ ഇറക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവദാസൻ പാസ്റ്റർ റോയ് ചെങ്കൽ നമ്മോടൊപ്പം ഉണ്ടല്ലോ. കർത്താവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി തലകൾ വടക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന ഇടദാസനിലൂടെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി സ്തോത്രം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ചില അരുളപ്പാടുകൾ കൈമാറുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ഞങ്ങളോട് ഇടപെടേണ്ടതിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവിടുത്തെ ദൂതന്മാരുടെ പ്രസൻസ് ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങൾ നേറിപ്പോകുന്ന സകല വിഷയങ്ങളുടെ മേലും ഒരു ഏഞ്ചൽ വിസിറ്റേഷൻ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരാഗൃഹത്തിന്റെ ഉള്ളറയിൽ കിടന്ന പത്രോസിനെ ദൂതന്മാർ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഒരു എഴുന്നേൽപ്പുണ്ടാകുവാൻ, ഒരു മറുപടി ഉണ്ടാകുവാൻ, ഒരു ദൈവ മഹത്വം വെളിപ്പെടുവാൻ പിതാവെ എവിടുന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ അനുഗ്രഹീതമായ ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ഇടദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പിന്നെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ സ്റ്റീവ് പാസ്റ്ററെ ദൈവം സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. എല്ലാറ്റിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുക. യാത്രയിലായിരിക്കുന്ന പ്രിയ അങ്കിളിനെയും പ്രിയ ലിൻഡേൻ്റെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കണമേ. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും, പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നിന്റെ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ചിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായ ദൈവമക്കളോടും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ യാത്രയിലായിരിക്കുന്നവരോടും ഭൂമിയിലെമ്പാടും ചിതറിപ്പാർക്കുന്ന വിശുദ്ധ ഗണത്തോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless all of you. Thank you everyone. Thank you for joining. Good to see all of you. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കേട്ടവതിന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. തോമസ് മുത്തായങ്ങളിലിൻ്റെ അരിയോർത്ത് പ്രാർത്ഥിക്കുക. They will be traveling back to Dallas next week. അവരുടെ യാത്രയോർത്ത് പ്രാർത്ഥിക്കുക. ജോഷിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വഹിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all. Bye bye. Good night.